അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഓ, എമ്പുരാനെ പറ്റിയാണോ? ആ, അതായത് ഒരു പഴുത്ത കൊറേ മാമ്പഴം ഉള്ളൊരു മരത്തിലെ കല്ലെറിയത്തുള്ളൂ. പഴങ്ങളില്ലാത്തൊരു മരത്തിലെ കല്ലെറിയോ? എറിയത്തില്ല. നല്ല പടം. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ സിനിമയിലുള്ളവർ തന്നെ ഈ പടം കൊള്ളില്ല, ആ പടം കൊള്ളില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അത് ശരിയാ. എന്ത് ശരി? ഇതൊന്നും നടക്കണ കാര്യമല്ല. എങ്ങനെ നടക്കും? കാരണം എത്ര പേർക്ക് ജോലി കിട്ടുന്നതാണ്. ഒരു പടം എന്ന് പറഞ്ഞ 10,000 പേരുകൾക്ക്, 1000കണക്കിന് ജനങ്ങൾക്ക് ജോലി കിട്ടാണ്. 100% ഞാൻ യോജിക്കുന്നു. എത്ര ടെക്നീഷ്യൻസും എത്ര പേര് വർക്ക് ചെയ്യുന്നതാണ്. ഒരു നിമിഷം കൊണ്ട് കൊള്ളില്ല എന്ന് പറയുന്നത് വലിയ വലിയ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. നല്ല പടമാണ്. വാസ്തവത്തിൽ പൃഥ്വിരാജ് വന്ന അടുത്തത് ഒരു ഇംഗ്ലീഷ് പടം തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. ആ പടത്തിന്റെ ഓരോ ഷോട്ടും എല്ലാം എല്ലാവർക്കും എന്നെ മതി. US-ലും അവിടെ ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലുള്ള ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ പടം. പക്ഷെ ഈ ആൾക്കാർ പറയും തോറും ആ പടത്തിന് ഫ്രീ പബ്ലിസിറ്റിയാണ്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഫ്രീ ആയിട്ട് പബ്ലിസിറ്റി. ആൾക്കാർ എത്രത്തോളം ആ പടത്തിനെ പറ്റി കൊള്ളില്ല, അയ്യോ ആ ഷോട്ട് കൊള്ളില്ല, ഇത് കൊള്ളില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പബ്ലിസിറ്റിയാണിത്. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്ത് നല്ല പടമാണ്. എങ്ങനെ പറയാൻ, ഒരിക്കലും പറയാൻ പാടില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് 4 കൊല്ലങ്ങളോളം പല സ്ഥലങ്ങളിലും പോയി എടുത്തൊരു പടമാണ്. വേറെ ഒരു ചിന്തയില്ലാതെ പൃഥ്വിരാജ് എടുത്തൊരു പടമാണ് ആ പടം. അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഓരോ ഷോട്ടും അതങ്ങനെ ചെതുക്കി ഇങ്ങനെ പെയിന്റ് ചെയ്ത പോലെയാണ് ഓരോ ഷോട്ട് എടുത്തിരിക്കുന്നത്. പടത്തിനെ പറ്റി എനിക്ക് അത്രയേ പറയാനുള്ളൂ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.